കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചി വിടുന്നു. പുതിയ ISL സീസണിന് മുമ്പ് പത്രകോളങ്ങളിലെ ചർച്ചാ വിഷയങ്ങളിലൊന്ന് അതായിരുന്നു. കോഴിക്കോട് EMS സ്റ്റേഡിയമായിരുന്നു അവരുടെ പുതിയ ലക്ഷ്യസ്ഥാനമായി പറഞ്ഞു കേട്ടിരുന്നത്. സ്റ്റേഡിയം ഉടമസ്ഥരായ GCDയുമായി വാടക സംബന്ധിച്ച് നടന്ന ചർച്ചകൾ എങ്ങും എത്താത്തതിനെ തുടർന്നായിരുന്നു അത്തരമൊരു നീക്കം. എന്നാൽ വീണ്ടും ചർച്ചകൾ നടത്തിയതിൻ്റെ ഫലമായി മത്സരം തിരികെ കൊച്ചിയിലേക്ക് മാറ്റി. പക്ഷേ സീസണിലെ ആദ്യ ഹോം മത്സരം പടിവാതിൽക്ക് നിൽക്കെ വീണ്ടും പ്രശ്നങ്ങൾ ഉയരുകയാണ്. GCDയെ വാടക കൂട്ടിച്ചോദിക്കുന്നു. അത്ര വലിയ തുക നൽകാനാവില്ലെന്ന് ബ്ലാസ്റ്റേഴ്സ് മറുപടി നൽകുന്നു. മുംബൈക്കെതിരായ മത്സരത്തിന് മുന്നോടിയായുള്ള പ്രസ് മീറ്റിനായി ഇന്ന് രാവിലെ സ്റ്റേഡിയത്തിലെത്തിയ പരിശീലകൻ ഡേവിഡ് കാറ്റാലയും താരങ്ങളെയും സ്റ്റേഡിയത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടയുന്നു. കരാർ നടപടികളിലേക്ക് കടക്കാതെ പ്രസ് മീറ്റ് നടത്താൻ അനുവാദമില്ലെന്ന് അവർ പറയുന്നു. മത്സരത്തിന്റെ കിക്ക് ഓഫിന് മണിക്കൂറുകൾ എണ്ണി കാത്തിരിക്കുമ്പോൾ കൊച്ചിയിലെ നീലാകാശത്ത് സംശയത്തിന് നിരവധി ചോദ്യങ്ങളാണ് തളം കെട്ടിക്കിടക്കുന്നത്. മാർച്ച് 7, 2025 കഴിഞ്ഞ ISL സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന ഹോം മത്സരം നടന്നത് അന്നായിരുന്നു. വെറും 25 പോയിന്റുമായി പട്ടികയിൽ അവസാന 4-ൽ ഇരുന്ന കൊമ്പന്മാർ ശക്തരായ മുംബൈക്കെതിരെ ഇറങ്ങുമ്പോൾ ജയത്തെപ്പറ്റി ചിന്തിച്ചു പോലും കാണില്ല. കാരണം അതേ സീസണിൽ മുംബൈയിൽ കളിച്ച എവേ മത്സരത്തിൽ 4-2 നാണം കെട്ട തോൽവിയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ഫലം. പക്ഷേ സകല മാച്ച് പ്രഡിക്റ്ററുകളെയും അട്ടിമറിച്ച് ക്വാമി പെപ്രയുടെ ഏക ഗോളിൽ അന്ന് ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞു. കൃത്യമായി പറഞ്ഞാൽ 352 ദിവസങ്ങൾക്കിപ്പുറം കൊമ്പന്മാർ വീണ്ടും അതേ മൈതാനത്തിറങ്ങാൻ ഒരുങ്ങുകയാണ് പുതിയ സീസണിലെ ആദ്യ ഹോം മത്സരത്തിന്. എതിരാളികളോ അതേ മുംബൈ സിറ്റി തന്നെ. കഴിഞ്ഞ നവംബറിൽ സൂപ്പർ കപ്പ് ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്നും ബ്ലാസ്റ്റേഴ്സിനെ പുറത്താക്കിയ അതേ മുംബൈ സിറ്റി. ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു പറുദീസയാണ് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം. അറബിക്കടലിൻ്റെ റാണിയുടെ മടിത്തട്ടിൽ ഫുട്ബോൾ ആവേശം കൊണ്ട് തീർത്ത മഞ്ഞക്കടൽ. എന്നാൽ എതിരാളികൾക്കത് ഒരു നരകതുല്യമായ ഗാലറിയാണ്. കാതറപ്പിക്കുന്ന ശബ്ദത്തിലുള്ള കയ്യടികളും തൊണ്ടപൊട്ടുമാറുള്ള ചാൻഡുകളും ബാനറുകളുമെല്ലാം ഗ്രൗണ്ടിലിറങ്ങുന്ന ഓരോ എതിർ താരത്തിനും നൽകുന്നത് അത്രമേൽ സമ്മർദ്ദമാണ്. ഡെസിബൽ മീറ്ററുകൾ പോലും ചുവന്നു തുറക്കുന്ന അന്തരീക്ഷത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞക്കുപ്പായം അണിഞ്ഞ് കളിക്കുക എന്നത് ഇന്ത്യക്കകത്തും പുറത്തുമുള്ള പല താരങ്ങളുടെയും ജീവിതാഭിലാഷമാണ്. നീണ്ട ഇടവേളക്കും അനിശ്ചിതത്വത്തിനുമൊടുവിൽ ISL ആവേശവുമായി ബ്ലാസ്റ്റേഴ്സ് വീണ്ടും കലൂരിലേക്ക് മടങ്ങിയെത്തുമ്പോൾ എന്താണ് ടീമിന്റെ വിജയ സാധ്യതകൾ? സീസണിൽ ഇരു ടീമിൻ്റെയും ആദ്യ മത്സരം നൽകുന്ന പാഠമെന്ത് പരിശോധിക്കാം. ISLിലെ ബദ്ധവൈരികളായ മോഹൻ ബഗാനെതിരെ അവരുടെ മൈതാനത്തായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം. ഫലമോ എതിരില്ലാത്ത 2 ഗോളിന്റെ തോൽവിയും. കഴിഞ്ഞ സൂപ്പർ കപ്പ് സ്ക്വാഡിൽ നിന്നും അടിമുടി മാറ്റങ്ങളുമായി ഇറങ്ങിയ ബ്ലാസ്റ്റേഴ്സ് 90% ടീമിനെ നിലനിർത്തിയ മോഹൻ ബഗാന് മുന്നിൽ നന്നായി വിയർത്തു. ലിസ്റ്റൺ, മക്ലാരൻ, ദിമിത്രി പെട്രറ്റോസ് ത്രയം ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിനെ നന്നായി വട്ടം കറക്കി. ബോൾ പൊസിഷനും കോർണറും ഷോട്ടുകളുമടക്കം സർവത്ര മേഖലയിലും മോഹൻ ബഗാന്റെ സർവാധിപത്യമാണ് ആ മത്സരത്തിൽ കണ്ടത്. 63% എന്ന മൃഗീയ ഭൂരിപക്ഷം ബോൾ പൊസിഷനിൽ നേടിയ ബഗാൻ മത്സരത്തിലാകെ 23 ഷോട്ടുകളാണ് പായിച്ചത്. അതിൽ 7 എണ്ണം ലക്ഷ്യത്തിലേക്കുമെത്തി. മറുപടിയായി ബ്ലാസ്റ്റേഴ്സ് എടുത്തത് 2 ഷോട്ടുകളാണ്. അതൊന്നും ലക്ഷ്യത്തിലേക്കുമായിരുന്നില്ല. മോഹൻ ബഗാന്റെ 10-നെതിരെ 1 കോർണർ മാത്രമായിരുന്നു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആകെ സമ്പാദ്യം. ഒമർ ബ, വിക്ടർ ബാർത്തോമിയോ എന്നീ 2 വിദേശ താരങ്ങളെ മാത്രമാണ് പരിശീലകൻ ഡേവിഡ് കറ്റാല തന്റെ ആദ്യ 11-ൽ ഇറക്കിയത്. ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ് ഉൾപ്പെടെ 4 മലയാളി താരങ്ങളും 11-ൽ ഇടം പിടിച്ചു. തുടക്കം മുതലേ പന്തടക്കം ഏറ്റെടുത്ത മോഹൻ ബഗാൻ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെ വട്ടം കറക്കുന്നതിനിടെ ഒരു കൗണ്ടർ അറ്റാക്കിന്റെ രൂപത്തിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു അവസരം വീണ് കിട്ടി. പക്ഷേ പന്തിലേക്ക് ഓടിയ ബാർത്തോമിയോനേക്കാൾ വേഗത്തിൽ അതിലേക്ക് പാഞ്ഞെടുത്ത വിശാൽ കേത്ത് ആ മുന്നേറ്റം മുളയിലെ നുള്ളി. പിന്നീട് ഫ്രീ കിക്കായും കോർണറുകളായും മോഹൻ ബഗാന് നിരവധി അവസരങ്ങൾ ലഭിച്ചെങ്കിലും സച്ചിൻ സുരേഷിന്റെ കൃത്യമായ ഇടപെടലുകൾ ഗോൾ അകറ്റി നിർത്തി. 36-ാം മിനിറ്റിൽ മക്ലാരന്റെ ഗോളിൽ ലീഡെടുത്ത മോഹൻ ബഗാൻ ഇഞ്ചുറി ടൈമിൽ ടോം ആൽഡർഡിന്റെ ഗോളിലൂടെ ജയം ആധികാരികമാക്കി. ബ്ലാസ്റ്റേഴ്സ് കുപ്പായമണിഞ്ഞ് ഗ്രൗണ്ടിൽ ഇറങ്ങിയവരിൽ ഏറെ പേരും നിരാശപ്പെടുത്തിയപ്പോൾ ആരാധകർക്ക് നേരിയ പ്രതീക്ഷകൾ സമ്മാനിച്ചത് 2 പേരാണ്. ഗോൾ കീപ്പർ സച്ചിൻ സുരേഷും ഫ്രഞ്ച് താരം കെവിൻ യോക്കും. മോഹൻ ബഗാൻ നടത്തിയ ഗോളെന്നുറപ്പിച്ച പല മുന്നേറ്റങ്ങളും സച്ചിൻ സുരേഷിന്റെ കൈകളിൽ ഒതുങ്ങി. കഴിഞ്ഞ സീസണിലെ മോശം ഫോമിൽ നിന്നുമുള്ള താരത്തിന്റെ മടങ്ങിവരവ് വരും മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന് കരുത്തേകുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. 57-ാം മിനിറ്റിൽ നിഹാൽ സുധീഷിന് പകരം ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയ കെവിൻ യോക്ക് വിങ്ങിലൂടെ നടത്തിയ നീക്കങ്ങൾ മോഹൻ ബഗാൻ പ്ലാനുകളെ അക്ഷരാർത്ഥത്തിൽ പൊളിക്കുന്നവയായിരുന്നു. യോക്കിന്റെ വരവിന് ശേഷം തനിക്ക് തന്റെ ടാക്ടിക്സിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നുവെന്ന് മത്സരശേഷം മോഹൻ ബഗാൻ പരിശീലകൻ സെർജിയോ ലോബേര തുറന്നു സമ്മതിച്ചു. ഇനിയുള്ള മത്സരങ്ങളിൽ യോക്ക് ആദ്യ 11-ൽ വന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റത്തിന് മൂർച്ച കൂടുമെന്നാണ് ആരാധകരുടെ അഭിപ്രായം. ആദ്യ മത്സരത്തിൽ പ്രീതം കോട്ടാലിന്റെ സെൽഫ് ഗോളിൽ ചെന്നൈയിനെ പരാജയപ്പെടുത്തിയാണ് മുംബൈയുടെ വരവ്. ജോർജെ ഓർട്ടിസ്, പെരേര ഡയസ്, ലാൽ റിങ്സ്വാല ചാങ്തെ, ബ്രാൻഡൻ ഫെർണാണ്ടസ് എന്നിവർക്കൊപ്പം ജോണി കൗക്കോ കൂടി ചേരുമ്പോൾ അവരെ പിടിച്ചുകെട്ടുക എന്നത് ബ്ലാസ്റ്റേഴ്സിന് അത്ര എളുപ്പമാവില്ല. ആദ്യ മത്സരത്തിൽ പരിക്കിന്റെ സൂചനകൾ കാണിച്ച ബാർത്തോമിയോവിന് പുറമെ പരിശീലനത്തിനിടെ പരിക്കേറ്റ സ്പാനിഷ് മിഡ്ഫീൽഡർ മത്യാസ് ഹെർണാണ്ടസും അടുത്ത മത്സരം കളിച്ചേക്കില്ലെന്നാണ് വാർത്തകൾ. അങ്ങനെയെങ്കിൽ സന്തോഷ് ട്രോഫി കഴിഞ്ഞ് ടീമിനൊപ്പം ചേർന്ന അജ്സൽ ആദ്യ 11-ൽ ഇറങ്ങിയേക്കാം. കാര്യങ്ങളൊക്കെ കലങ്ങി തെളിഞ്ഞ് നാളെ കലൂരിൽ കളിയാവേശം ഉയരുമോ? അതോ കെട്ടടങ്ങാത്ത അനിശ്ചിതത്വത്തിന്റെ കാർമേഘങ്ങൾ കൊച്ചിയിലെ ഫുട്ബോൾ ആവേശത്തിന് മുകളിൽ ഇരുണ്ടുകൂടുമോ? കാത്തിരുന്ന് കാണാം.